ആദരണീയരെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച 3 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങാണ് ഇന്നത്തെ വേദിയിൽ വെച്ച് നടത്തപ്പെടുന്നത്. ഈ അവസരത്തിൽ KLIBF കുറിച്ച് 2 വാക്കുകൾ പറയാതെ വയ്യ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നൂതന സാങ്കേതിക വിദ്യയാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും എല്ലാം കൂടി സൃഷ്ടിച്ച ഒരു ഡിജിറ്റൽ യുഗം പുതിയ തലമുറയെ മൊത്തം, ജെൻസി തലമുറയെന്ന് പറയുന്ന തലമുറയെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ മുൻ തലമുറകളെ മൊത്തം ഒരു പരിധിവരെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും അവനവനിലേക്ക് ഉൾവലിയുന്ന ഒരു പ്രവണതയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഷീൻ ആൽഗരിതങ്ങൾ മനുഷ്യൻ്റെ സ്വാഭാവികമായ നിയന്ത്രണത്തെ ഏർപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഈ KLIBF പോലെയുള്ള പുസ്തകവേദികളുടെ പ്രസക്തി കിടക്കുന്നത്. നമ്മുടെ ശാസ്ത്രലോകം ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷനെ കുറിച്ചും ഡിജിറ്റൽ ഡയറ്റിങ്ങിനെ കുറിച്ചും എല്ലാം സംസാരിക്കുന്നത് നമ്മളും അറിയുന്നുണ്ട്. അതായത് ഈ ഡിജിറ്റൽ യുഗത്തിന് ഒരു പോസിറ്റീവ് വശം ഉള്ളതുപോലെ തന്നെ വർജിക്കേണ്ട മറ്റൊരു വശം കൂടിയുണ്ടെന്ന് പറയാതെ പറയുകയാണ് ഈ വാചകങ്ങളെല്ലാം. ഇവിടെ വാക്കും വായനയും അതുപോലെ തന്നെ പുസ്തകങ്ങളും എല്ലാം അണിനിരത്തി അത് എല്ലാവർക്കും വായിക്കാൻ വേദി ഒരുക്കുന്നത് പുതിയ തലമുറയ്ക്ക് അവരുടെ നൈസർഗിക സർഗാത്മക ശേഷികളെ എല്ലാം പരിപോഷിപ്പിക്കുവാനും എല്ലാം ഉള്ള ഒരു വേദിയാണ്. നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഒരു ദീർഘവീക്ഷണവും ഈ നിയമസഭാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇവിടെ സന്നിഹിതനായ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഒരു സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് ഇത്തരം വേദികൾ കഴിഞ്ഞ ഈ 4 KLIBF വേദികളും പൂർണ്ണമായി വിജയിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ പ്രകാശിക്കപ്പെടുന്ന 3 പുസ്തകങ്ങൾ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകങ്ങൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവയിൽ അധിഷ്ഠിതമായ 3 പുസ്തകങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ വേദിക്ക് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദരണീയായ ഡയറക്ടർ ഡോക്ടർ സത്യൻ അവറുകളാണ്. സാറിനെ ബഹുമാനപുരസരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ 3 പുസ്തകങ്ങളുടെയും പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നത് ആദരണീയനായ സ്പീക്കർ ശ്രീ ശംഷീർ അവറുകളാണ്. സാറിനെ ബഹുമാനപുരസരം സ്വാഗതം ചെയ്യുന്നു. ഈ 3 പുസ്തകങ്ങളും ഏറ്റുവാങ്ങുന്നത് സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് ടീച്ചറും ഡോക്ടർ ലതിക, എഴുത്തുകാരിയായ ഡോക്ടർ ലതിക മാഡവും ഡോക്ടർ സുമ രാമചന്ദ്രൻ അവറുകളുമാണ്. 3 പേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇങ്ങനെ മനോഹരമായ ഈ 3 പുസ്തകങ്ങൾ തയ്യാറാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗ്രന്ഥകാരന്മാരായ ഡോക്ടർ സദനം ഹരികുമാർ, ഡോക്ടർ NK രമേശ്, മുരളീധരൻ താഴക്കര എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിക്ക് നന്ദി പറയുന്നത് ഈ 3 പുസ്തകങ്ങളുടെയും എഡിറ്ററായിട്ടുള്ള ശ്രീമതി ശ്രീകല ചിങ്ങോലി മാഡമാണ്. മാഡത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പുസ്തക പ്രകാശനത്തിലേക്ക് നേരെ സ്പീക്കറെ ക്ഷണിക്കുകയാണ്. കഥകളിയുടെ ഘടനാസ്വരൂപം ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ മ്യൂസ് മേരി ടീച്ചറാണ്. ടീച്ചറെ ക്ഷണിക്കുന്നു. വടക്കൻ കേരളം ചരിത്രാതീത കാലം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ലതിക മാഡമാണ്. മാഡത്തെ ക്ഷണിക്കുന്നു. ഓണാട്ടുകര വാക്കും പൊരുളും ഏറ്റുവാങ്ങുന്നത് ശ്രീമതി സുമ രാമചന്ദ്രൻ. മാഡത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഡോക്ടർ സത്യൻ, പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയ ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, ഡോക്ടർ ലതിക, സുമ രാമചന്ദ്രൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ ഡയറക്ടർ ഡോക്ടർ സുജ ചന്ദ്ര, ഗ്രന്ഥകർത്താക്കളായ ഡോക്ടർ സദനം ഹരികുമാർ, NK രമേശ്, മുരളീധരൻ താഴക്കര, മറ്റ് വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്കാരത്തെയും കലയെയും പ്രോത്സാഹിപ്പിക്കാൻ വളരെ സജീവമായി മുന്നിട്ടിറങ്ങിയ ഒരു സാംസ്കാരിക സ്ഥാപനമാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻകൈയിൽ നിരവധി ഗ്രന്ഥങ്ങൾ ഇതിനോടകം പ്രസാധനം ചെയ്തിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മാർജിനലൈസ് ചെയ്യപ്പെട്ട എഴുത്തുകാരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാനും അവർക്കാവശ്യമായ പിന്തുണയും പിൻബലവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനമാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളത്. ഇവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിരവധി പ്രസിദ്ധീകരണങ്ങൾ ഈ പോയ 4 ഫെസ്റ്റിനകത്തും ഞങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേക സ്റ്റാൾ
നിൻ്റെ തൊട്ട് പുറത്ത് അവരുടെ ഗ്രന്ഥങ്ങൾ, അവർ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്ത് നിരത്തിയിട്ടുമുണ്ട്. ഇവിടെ ഈ 3 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്തു കഴിഞ്ഞു. ഡോക്ടർ കെ സദനം ഹരികുമാറിൻ്റെ പുസ്തകമാണ് അതിലൊന്ന്. കഥകളിയുടെ ഘടനാ സ്വരൂപം എന്നതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. കഥകളിയെക്കുറിച്ചും അതിൻ്റെ ഘടനകളെക്കുറിച്ചും അതിൻ്റെ ചരിത്രവുമെല്ലാമാണ് ബഹുമാന്യനായ സദനം കെ ഹരികുമാർ അതിലൂടെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം എൻ കെ രമേശിൻ്റെ വടക്കൻ കേരളം ചരിത്രാതീത കാലം എന്ന പുസ്തകവും ഇവിടെ പബ്ലിഷ് ചെയ്യപ്പെട്ടു. ഓണാട്ട് കര വാക്കും പൊരുളും ഈ 3 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. ഈ പുസ്തകത്തെക്കുറിച്ചെല്ലാം ആധികാരികമായി സംസാരിക്കാൻ അതിൻ്റെ ഗ്രന്ഥകർത്താക്കളും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയവരും ഒപ്പം തന്നെ സത്യം മാഷുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലേക്കൊന്നും ഞാൻ കടന്നു പോവാതെ വളരെ ചുരുങ്ങിയ സമയമാണ് 3 പുസ്തകം പ്രസാദനം ചെയ്തു എന്ന് മാത്രമല്ല 30 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കണമെന്നുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളേക്കൊന്നും കടന്നു പോവാതെ ഈ 3 പുസ്തകവും പ്രകാശനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സ്പീക്കർ 1.5 മണിക്കൂറോളം ഈ വേദിയിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ തിരക്കിനിടയിലും നമ്മളുടെ ഈ പുസ്തക പ്രകാശനത്തിന് സമ്മതിച്ചതിലുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. വലിയ തിരക്ക് കാരണം അദ്ദേഹം വേദി വിട്ടു പോവുകയാണ്. കഴിഞ്ഞ വർഷം 7 ദിവസം നടന്ന പുസ്തകമേളയിൽ, പുസ്തകോത്സവത്തിൽ 7 ദിവസവും 2 പുസ്തകങ്ങൾ വീതം 14 പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പ്രകാശനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം നമുക്ക് വേണ്ടത്ര സ്ലോട്ടുകൾ നൽകാൻ കഴിയാത്ത വിധം പ്രസാധകരുടെ പുസ്തക പ്രകാശനത്തിൻ്റെ എണ്ണം കൂടിയത് കാരണം വളരെ പരിമിതമായ സമയമെടുത്തുകൊണ്ട് 3 പുസ്തകങ്ങളൊക്കെ അരമണിക്കൂർ കൊണ്ട് പ്രകാശനം ചെയ്യുന്നത് ചടങ്ങിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ തന്നെ ഇത്തരം വേദികളെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത ആദ്യ പുസ്തകം കഥകളിയുടെ ഘടനാസ്വരൂപമാണ്. അറിയപ്പെടുന്ന കഥകളി ആചാര്യനായ നമ്മുടെ സദനം കെ ഹരികുമാറിൻ്റെ പുസ്തകം കുറേ കാലമായിട്ട് അദ്ദേഹം നമ്മളെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് എപ്പോഴാണ് ഇറങ്ങുക എന്നൊക്കെ ചോദിച്ചിട്ട്. കഥകളി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്താണത് പ്രസിദ്ധീകരിച്ചത്. അത് ഏറ്റുവാങ്ങിയ ഡോക്ടർ മിസ് മേരി ജോർജ് നമ്മളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സത്യൻ സാറ്, മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡോക്ടർ സദനം ഹരികുമാറിൻ്റെ കഥകളിയുടെ ഘടനാസ്വരൂപം എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ ഏറ്റുവാങ്ങിയത്. ഡോക്ടർ സദനം ഹരികുമാർ സദനം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ തന്നെ ഫൗണ്ടറുടെ, സ്ഥാപകൻ്റെ മകനാണ്. സദനം കുമാരൻ്റെയും സരോജിനി അമ്മയുടെയും പുത്രനാണ്. 30ഓളം ആട്ടക്കഥകൾ എഴുതി ചിട്ടപ്പെടുത്തി സ്റ്റേജ് ചെയ്ത്, 30-ലധികമാണെന്ന് സംശയമുണ്ട്. ഇങ്ങനെ കഥകളിയിൽ ജീവിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ കഥകളി ശാപ മോചനം എന്ന് പറയുന്ന ആട്ടക്കഥ ഹവായ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്കത് ലോകമെങ്ങും കഥകളിയുടെ ഒരു സംസ്കാരത്തെയും അതിൻ്റെ പെർഫോമൻസിനെയും ഒക്കെ എത്തിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മളോടൊപ്പമുള്ള ഡോക്ടർ സദനം ഹരികുമാർ. വലിയ സന്തോഷമുണ്ട്. കഥകളി എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരു കാഞ്ഞിരപ്പള്ളിക്കാരി നസ്രാനിച്ച് ഈ പുസ്തകം ഏറ്റുവാങ്ങിയതിൽ നമ്മൾ കണ്ട് വല്ലപ്പോഴും ഒക്കെ കേട്ടൊക്കെ ഓരോ പരിചയമൊക്കെ ഉള്ളൂ. ഞാൻ കൂടുതലും കാണാറുള്ളത് ഈ യൂട്യൂബിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ, കുറച്ചൊക്കെ അല്ലാതെ പെർഫോമൻസ് കണ്ടിട്ടുള്ളൂ. പക്ഷെ സദനം ആശാൻ എൻ്റെ ഒരു അടുത്ത, ഈ ആശാനല്ല, സദനം കൃഷ്ണൻകുട്ടി ആശാൻ നമ്മളുടെ ഒരു വളരെ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ
വേഷങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കാണാൻ പോവുക എനിക്ക് പ്രിയപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയധികം ചിട്ടപ്പെടുത്തപ്പെട്ട ഒരു കലാരൂപമാണ്, സ്റ്റൈലൈസ്ഡ് ആണ് അതിൻ്റെ അകത്തെ ഓരോ കാര്യം, സംഗീതം, ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങൾ, അഭിനയം എല്ലാം അത്രയധികം ശൈലീവൽക്കരിക്കപ്പെട്ടതും എന്നാൽ കൂടിയാട്ടം പോലെ ഒരു മനസ്സിലാകുന്നതിന് ആളുകൾക്ക് ആസ്വദിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ലാത്തതുമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ ജനകീയ കലാരൂപമായിട്ടാണ് എനിക്ക് കഥകളിയെ അനുഭവപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ വിഷാദങ്ങളും സങ്കടങ്ങളും, മൂന്നാം ദിവസത്തെ നളനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അത് ഹൈദരാലിയുടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ നമ്മൾ കരഞ്ഞു പോകും. അത്ര വലിയ ദുഃഖങ്ങൾ, അത്ര വലിയ സങ്കടങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അത്തരം ഓരോ കലാരൂപത്തിനകത്ത് എപ്പോഴും ആയിരിക്കുക, സ്വയം ആട്ടക്കഥകൾ എഴുതുക, തങ്ങളുടെ ഒരു വേദിയിലൂടെ അത് പെർഫോമൻസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, ലോകമെമ്പാടും അതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു അംബാസിഡർ ദൗത്യമാണ് അദ്ദേഹം അല്ലെങ്കിൽ ആ കലാരൂപവും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാംസ്കാരിക അംബാസിഡറോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷമാണ്. അദ്ദേഹം സ്ട്രക്ചറൽ കോമ്പോണൻസ് ഓഫ് കഥകളി എന്ന് പറയുന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുമാണ്. അപ്പോൾ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ എന്നെ വിളിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർക്കും അതിൻ്റെ പ്രൊഡക്ഷൻ എഡിറ്ററായിരിക്കും ജയേഷിനും, മറ്റേ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് ഒരു ട്വിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇരട്ട സ്ഥാപനം പോലെയാണ്, എൻ്റെ സ്വന്തം സ്ഥാപനമായിട്ട് അനുഭവപ്പെടുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സർവോപരി ഡോക്ടർ സദനം ഹരികുമാറിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങളോടൊപ്പം ആകാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇത്തരം ദൗത്യങ്ങൾ അദ്ദേഹം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വടക്കൻ കേരളം ചരിത്രാതീതകാലം എന്ന പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ കെ ലതിക സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരു എഴുത്തുകാരൻ അയാളുടെ എഴുത്ത് പുസ്തക രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ എഴുത്തുകാരൻ അടയാളപ്പെടുത്തപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ആ എഴുത്തിൻ്റെ ഭാഗമായി വരുന്ന അതിൻ്റെ ആശയം, അതിൻ്റെ പ്രമേയവും അതുപോലെ തന്നെയാണ് അടയാളപ്പെടുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് പ്രദേശങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ പലപ്പോഴും ഞാൻ പ്രദേശ പഠനവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഏറ്റവും പ്രയാസകരമായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത്തരം പഠന മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അതിന് ആധാരമായ തെളിവുകളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമാവാത്ത തരത്തിൽ അത് മറഞ്ഞു കിടക്കുകയായിരിക്കും. ആ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തി വരുന്ന തലമുറയ്ക്ക് അത് എക്കാലവും സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു പഠന സാമഗ്രിയായി മാറ്റുക എന്ന് പറയുന്നത് വലിയ പ്രയത്നമാണ്. ആ പ്രയത്നം ഏറ്റെടുത്ത് നമ്മുടെ മുന്നിലേക്ക് ഈ പുസ്തകം എത്തിച്ച എനിക്ക് രമേശനുള്ള നന്ദിയാണ് ഞാൻ ആദ്യം അറിയിക്കുന്നത്. കാരണം പുരാതത്വ പഠന മേഖലയിലും സംസ്കാര പഠനത്തിൻ്റെ മേഖലയിലൊക്കെ വലിയ പ്രയാസങ്ങൾ ഇത്തരം പഠന രംഗത്തേക്ക് കുട്ടികൾ വരാതിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മറികടക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഒരു പുസ്തകം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു. വടക്കൻ കേരളം ചരിത്രാതീതകാലം എന്ന എൻ കെ രമേശിൻ്റെ പുസ്തകത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാരഥിയായ സത്യമാഷിനും അതിൻ്റെ പിന്നിലയിൽ പ്രവർത്തിക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുഴുവൻ എൻ്റെ സുഹൃത്തുക്കൾക്കും ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച മുഴുവൻ സുഹൃത്തുക്കൾക്കുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടുന്ന തരത്തിലേക്ക് മാറട്ടെ എന്നുള്ള ആശംസയും കൂടി അറിയിക്കുന്നു. ഓണാട്ടുകര വാക്കും പൊരുളും എന്ന പുസ്തകം ഏറ്റുവാങ്ങിയ സുമാ രാമേന്ദ്രൻ സംസാരിക്കും. എല്ലാവർക്കും എൻ്റെ ഭാഷാഭിവാദ്യങ്ങൾ. ഓണാട്ടുകര വാക്കും പൊരുളും മുരളീധരൻ തഴക്കരയുടെ വളരെ ഭാഷയെക്കുറിച്ചുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണിത്. ഇതിൽ നമ്മുടെ സത്യൻ മാഷ് നല്ലൊരു ആമുഖം കൊടുത്തിട്ടുണ്ട്. ആ ആമുഖം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ദേശത്തെ, അവിടുത്തെ മനുഷ്യരെ ആഴത്തിൽ അറിയാൻ ഏറ്റവും ലളിതമായ മാർഗം അവരുടെ ഭാഷയെ അറിയുക എന്നതാണ്. ഓരോ നാട്ടിലെയും പ്രാദേശിക ഭാഷ ആ ദേശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓണാട്ടുകരയുടെ പുരാവൃത്തം അന്വേഷിക്കുമ്പോൾ
അതൊരു കാർഷിക ഗ്രാമ സംസ്കൃതിയെ പേറുന്ന പ്രദേശമാണെന്ന് മനസ്സിലാകും. ഓണം ഊട്ടുന്ന കരയാണ് ഓണാട്ടുകര. നെല്ലും വയലും ഉഴവും കൊയ്ത്തും ഒക്കെയായി ജീവിച്ച പച്ച മനുഷ്യരുടെ നാടാണ് ഓണാട്ടുകര. ഇത് ഒരു ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണെന്നതിൽ സംശയമില്ല. എഴുതിയ മുരളീധരൻ തഴക്കര സാറിന് എൻ്റെ ഭാഷാഭിവാദ്യങ്ങൾ, ഹൃദയാഭിവാദ്യങ്ങൾ. കഥകളിയുടെ ഘടനാസ്വരൂപം നമുക്കായി എഴുതിയ ഡോക്ടർ സദനം കെ ഹരികുമാർ നമ്മോട് സംസാരിക്കും. പലദിനമായി ഞാനും ബലഭദ്രാനുജ നിന്നെ നലമോടു കാൺമതിന്നു കളിയല്ലേ രുചിക്കുന്നു കാല വിളമം കൊണ്ടാമം സാധിച്ചതില്ലേ നീല നീരദവർണ്ണ മൃദുല കമലരുചിരനയന നൃഹരേ നീല നീരദവർണ്ണ മൃദുല കമലരുചിരനയന നൃഹരേ മൃദുല കമല രുചിരനയന നൃഹരേ മൃദുല കമല രുചിരനയന നൃഹരേ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നത എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷൻ സത്യൻ സാർക്കും അതുപോലെ എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത മ്യൂസ് മേരി അവർകൾക്കും സർവോപരി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ എല്ലാ സുഹൃത്ത് ശ്രീനി സാർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നീണ്ട കാലഘട്ടത്തെ അന്വേഷണത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ പുസ്തകം ഉണ്ടായിട്ടുള്ളത്. സാധാരണ നിലയ്ക്ക് നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാൽ ക്യൂടെക്സ് ആണ് എന്നുള്ള ധാരണയിലുള്ളതുപോലെ രസം എന്ന് പറഞ്ഞാൽ ശൃംഗാരം, കരുണാഹാസ്യം, അങ്ങനെയുള്ള നാട്യരസങ്ങളാണ് എന്നാണ് പലരും പൊതുവെ എല്ലാവരും ധരിച്ച് വശാവാറുള്ളത്. അപ്പോൾ ആനന്ദവർദ്ധനനും അഭിനവഗുപ്തനും ശേഷം ധ്വനിയാണ് രസം എന്നുള്ള അതിനുശേഷം ഒരു ചിന്തയോ വളർച്ചയോ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് രസം എന്ന് പറഞ്ഞാൽ ശൃംഗാരാദി നാട്യരസങ്ങൾ മാത്രമല്ല, കാവ്യരസം, ഗാനരസം, അതുപോലെ ചിത്രരസം, അതുപോലെ ഭോജ്യരസം, അങ്ങനെ രസങ്ങൾക്ക് ധാരാളം അവാന്തര വിഭാഗങ്ങളുണ്ടെന്നും കഥകളിയിൽ ഈ ഗാനരസത്തിനും കാവ്യരസത്തിനും നാട്യരസത്തിനും ചിത്രരസത്തിനുമൊക്കെ അതിൻ്റേതായ സ്ഥാനമുണ്ടെന്നും ആദ്യമായി അവതരിപ്പിക്കാൻ എനിക്ക് ഈ പുസ്തകത്തിൽ കൂടെ സാധിച്ചിട്ടുണ്ട്. ഇതിനെന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള പത്മശ്രീ കീഴ്പ്പടം കുമാരൻ നായരാശാനും അതുപോലെ എൻ്റെ പിതാവ് സദനത്തിൻ്റെ സ്ഥാപകനുമായ കുമാരൻ അവർകളും എൻ്റെ എല്ലാ ഗുരുനാഥന്മാരും ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഓരോരുത്തരിൽ നിന്നും എനിക്ക് ഓരോ ആശയങ്ങൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഞാൻ എല്ലാവരോടും കടപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഞാൻ എഴുതിയ 23 ആട്ടക്കഥകളുടെ സിനോപ്സിസ് രത്നചുരുക്കം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അതിലെ മ്യൂസ് മേരി അവർകൾ പറഞ്ഞതുപോലെ ശാപമോചനം എന്ന എൻ്റെ ആട്ടക്കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷ ഹവാ യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വർത്തമാനകാലത്തുണ്ടാവുന്ന ഒരു ആട്ടക്കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷ
ഒരു ഇൻ്റർനാഷണൽ ജേണലിൽ വരുന്നു എന്ന കാര്യം പോലും മലയാളികൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാനോ അത് രജിസ്റ്റർ ചെയ്യാനോ സന്നദ്ധത കുറവാണ് എന്ന് എൻ്റെ അനുഭവം എന്നോട് പറയുന്നുണ്ട്. അതുപോലെ മാഗധേയം എന്ന എൻ്റെ ആട്ടക്കഥയെക്കുറിച്ച് ഗംഭീരമായ ഒരു റിവ്യൂ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ന്യൂ തിയേറ്റർ എന്ന ദ്വൈവാരികയിൽ 10-20 പേജുള്ള ഒരു റിവ്യൂ വന്നിട്ടുണ്ട്. റീഡിഫൈനിങ് ദി ഫെമിനിൻ ഇൻ കഥകളി, സ്ത്രീത്വത്തെ റീഡിഫൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അവരുടെ ആ കവർ പേജ്. എൻ്റെ ആട്ടക്കഥയിലൊരു അസ്ഥി എന്ന സ്ത്രീ കഥാപാത്രത്തിൻ്റെ ചിത്രമായിരുന്നു അവരുടെ കവർ പേജ്. അങ്ങനെ ഒരു കാര്യമൊന്നും കേരളത്തിലെ മാതൃഭൂമിയോ ഇവരൊന്നും ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് സാധിക്കുന്നു. അതിന് വേദി ഒരുക്കി തന്നിട്ടുള്ളത് ഗാന്ധി സേവാ സദനം കഥകളി അക്കാഡമിയാണ്. അത് ആ സ്ഥാപനത്തെ ഞാൻ മനസ്സാ നമിച്ചുകൊണ്ടും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുകയാണ്. കൂട്ടത്തിൽ ഈ കഥകളി ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരം ആട്ടക്കഥകൾ കാണാതെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാവില്ല എന്ന് പറയുക എന്ന് ഞാൻ അവരോട് അങ്ങനെ ചോദിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ടുകൂടെ? അല്ലാതെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ, ഇത് ചത്തുപോയ ഒരു കലാരൂപമാണ്, ഇറ്റ്സ് എ ഡെഡ് ആർട്ട്, സംസ്കൃതം പോലെയാണ് എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ ഇതിങ്ങനെ 23 ആട്ടക്കഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് അതിൻ്റെ മൊമെൻറ്റം സൂക്ഷിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. എൻ്റെ ജീവിതം ഞാൻ അതിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ പുസ്തകം. എന്തായാലും എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തതിലും ശ്രീകലയോടും അതുപോലെ സത്യൻ സാറോടും. ശ്രീകല ചിങ്ങോലി ഇവിടെ വന്നിട്ടുണ്ട്. അവരിതിനു വേണ്ടി കുറേ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. NK രമേശ്, വടക്കൻ കേരളം ചരിത്രാതീത കാലത്തിൻ്റെ ഓതർ NK രമേശ് സംസാരിക്കും. ഇനി അവശേഷിക്കുന്നത് 6 മിനിറ്റാണ്. അതുകൊണ്ട് 2-2.5 മിനിറ്റിൽ ഒതുക്കണം എന്നറിയും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വടക്കൻ കേരളം ചരിത്രാതീത കാലം എന്ന എൻ്റെ ഈ ഗ്രന്ഥം വളരെ മഹത്തായ മുഹൂർത്തത്തിൽ പ്രകാശനം ചെയ്തത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ, ഒപ്പം എൻ്റെ സൂപ്പർ സീനിയർ, നരവംശാസ്ത്രത്തിൽ എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു സാറ്. അതും കൂടി എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ധന്യമായ മുഹൂർത്തമാണ്. കേരളത്തിൽ ആദിമ മനുഷ്യൻ ജീവിച്ചിരുന്നില്ല എന്ന ബ്രിട്ടീഷ് ഗവേഷകരൊക്കെ എഴുതി വച്ചതിനെ പൂർണ്ണമായിട്ടും ഗണ്ണിച്ചുകൊണ്ടാണ് 2017 മുതൽക്ക് വടക്കൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് ഭൂഗർഭശാസ്ത്രജ്ഞൻ്റെ വാദങ്ങളെ തീർച്ചയായിട്ടും നിഷേധിച്ചുകൊണ്ട്, തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഗുരു, കേരള യൂണിവേഴ്സിറ്റി റിസർച്ച് സയൻറ്റിസ്റ്റ്, പുരാവസ്തു ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ P. രാജേന്ദ്രൻ, അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചു. അദ്ദേഹത്തെ കൂടി ഈ ധന്യമായ മുഹൂർത്തത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെയും കൂടി ഓർത്തുകൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നന്ദി രേഖപ്പെടുത്തുന്നു. വിനീത പ്രണാമം. അക്ഷരത്തെ സ്നേഹിക്കുന്ന, പുസ്തകത്തെ പ്രണയിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമുക്കൊക്കെ പ്രിയപ്പെട്ട സത്യൻ മാഷ്, ഇവിടെ സന്നിഹിതരായി ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സംസാരത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഇത് വാക്കുകൾ, ഓണാട്ടുകരയെന്ന് പറയുന്ന ഒരു പ്രത്യേക ദേശം, ആ പ്രദേശത്തെ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളുടെ ഒരു സമാഹരണവും അതിനെ സമൂഹത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു എളിയ പരിശ്രമവുമാണ് ഈ പുസ്തകം. 2-3 തവണ കൃഷിയേറ്റുന്ന കണ്ടങ്ങളെയും വണ്ടും ഞണ്ടും തരമുട് കളിക്കുന്ന കച്ചങ്ങളെയും തണ്ടും കെട്ടി തരമുട് ചരിക്കുന്ന വള്ളങ്ങളെയും കണ്ടും കൊണ്ട ചെറുപുഴകൾ തൻ തീരമാർഗേണ പോകുന്നു എന്ന് കേരളവർമ്മ വരിയകോയി തമ്പുരാൻ മയിലിനോട് പറഞ്ഞു വിടുകയാണ്, വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ആ വഴിയിൽ ഓണാട്ടുകരയിൽ എത്തുമ്പോൾ ആ ഓണാട്ടുകര എന്താണ്,
കേരളത്തിൻ്റെ 13 കാർഷിക ഭൂമികകളിൽ ഏറ്റവും വ്യത്യസ്തമായ സവിശേഷതകളുള്ള ഒരു ഭൂമിക. ഭാഷ കൊണ്ട്, ഭക്ഷണം കൊണ്ട്, വേഷം കൊണ്ട്, വർത്തമാനം കൊണ്ട്, കൃഷി കൊണ്ട് ഒക്കെ വേറിട്ട ഒരു ഭൂമിക. ആ ഭൂമിക എന്തായിരുന്നു? അവിടുത്തെ വർത്തമാനം എന്താണ്? ആ വർത്തമാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ നിയമസഭയ്ക്കുള്ളിൽ ഞാനൊരു ആകാശവാണിക്കാരൻ ഉള്ള നിലയിൽ ഒരിക്കൽ പ്രാദേശിക വാർത്തയിൽ വാർത്താ വിഭാഗത്തിനോടൊപ്പം നിയമസഭാ നടപടികൾ കവർ ചെയ്യാൻ വന്നപ്പോൾ ഒരു ഓണാട്ടുകര ഭാഷ, ഒരു വാക്ക് വലിയ വർത്തമാനമുണ്ടാക്കി. അത് കോടതി കയറിയ വാക്കാണ്. അന്ന് ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു സംസാരത്തിൽ കൊജ്ഞാണൻ എന്ന് പറയുന്ന ഓണാട്ടുകരയിലെ ഒരു വാക്ക് ഈ നിയമസഭയിൽ വർത്തമാനത്തിനിടയിൽ പറയുകയും അത് ചീഫ് സെക്രട്ടറിയുടെ നേരെ നോക്കി പറയുകയും അത് കോടതി കയറുകയും ചെയ്തു. കൊജ്ഞാണൻ എന്ന് പറഞ്ഞാൽ അത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാത്ത, അനുധാവനതയോടുകൂടി വൃത്തിയായി കാര്യങ്ങൾ ചെയ്യാത്ത ഒരാൾ എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ചീത്ത വാക്കല്ല. അങ്ങനെ ഉള്ള വാക്കുകളുടെ ഒരു സമാഹരണമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ അതുൾപ്പെടെ ധാരാളം വാക്കുകൾ, മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓണാട്ടുകരയിലെ വാക്കുകൾ ഇവിടെ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നു. 1000-ഓളം വാക്കുകൾ, അങ്ങനെ കേരളത്തിൽ ഒരിടത്തും കേൾക്കാത്ത കൊച്ചാട്ടനും ഇച്ചയും ഒക്കെ അടക്കം ധാരാളം വാക്കുകൾ, ഓണാട്ടുകരയുടെ മണ്ണിൻ്റെ മണമുള്ള വാക്കുകൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് എന്നോട് മനസ്സ് കാണിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടർ സത്യൻ മാഷ്, അതിനാവശ്യമായ എല്ലാവിധമായ ചിന്തകളും പങ്കുവെച്ച, അതിനു പിന്നിൽ പ്രവർത്തിച്ച ശ്രീകല, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇതിൽ തോപ്പിൽ ഫാസിയുടെ ശബ്ദമാണ്, ആ വാക്കുകളിൽ തോപ്പിൽ ഫാസിയുടെ ശബ്ദമുണ്ട്. ആ വാക്കുകളിൽ ഭാഷയുടെ കാരണവരായ, ഭാഷയുടെ ഏറ്റവും ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഭാഷയെ മുന്നിൽ നിർത്തുന്ന ഭാഷയുടെ കാരണവന്മാരുടെ എല്ലാം വാക്കുകൾ ഒന്നിച്ചു ചേർക്കുന്ന ഈ പുസ്തകം നമ്മളുടെ കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കണമേ എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഇങ്ങനെ ഈ പുതിയ കാലത്ത്, നമ്മളുടെ മൊബൈൽ ഭാഷയുടെ കാലത്ത് ഇങ്ങനെയും കേരളത്തിൽ വർത്തമാനമുണ്ടായിരുന്നു, ഭാഷയുണ്ടായിരുന്നു, സംസാരമുണ്ടായിരുന്നു എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയട്ടെ, കേൾക്കട്ടെ, അവർ അത് മറക്കാതിരിക്കട്ടെ എന്നുള്ള സ്നേഹപൂർവമായ പ്രാർത്ഥന കേൾവിക്കാരുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിനുള്ള ഹൃദയപൂർവമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച 3 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നത്. മുരളീധരൻ തഴക്കര രചിച്ച ഓണാട്ടുകര വാക്കും പൊരുളും, NK രമേശിൻ്റെ വടക്കൻ കേരളം ചരിത്രാതീത കാലം, സദനം ഹരികുമാർ സാറിൻ്റെ കഥകളിയുടെ ഘടനാസ്വരൂപം, ഇത് 3ഉം പ്രകാശനം ചെയ്ത പ്രിയപ്പെട്ട ബഹുമാന്യനായ സ്പീക്കർ, ഞങ്ങളുടെ ഡയറക്ടർ സത്യൻ മാഷ്, പ്രിയപ്പെട്ട മ്യൂസ് ടീച്ചർ, പ്രിയപ്പെട്ട സുജ ടീച്ചർ, സുമാ രാമചന്ദ്രൻ, മഹതിയായ സുമാ രാമചന്ദ്രൻ, ലതിക, ഡോക്ടർ കെ ലതിക, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട മുരളീധരൻ തഴക്കര സാർ, എല്ലാവർക്കും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു.